ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ പാലാരട്ടത്തുള്ള ബജാജ് ഷോറൂമിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അടുത്ത റിവ്യൂ ഏത് വണ്ടി വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ബജാജ് ഡോമിനാറാണ് പറഞ്ഞത്. അപ്പോൾ അതാ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് BS 6.2 വേർഷൻ ഇവിടെ ഉണ്ട്. നമ്മുടെ E20 കംപ്ലൈൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ BS 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് E20 ആയെന്നല്ലാണ്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓഫ് കോഴ്സ് OBD2 സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഈ അപ്ഡേറ്റൊക്കെ BS 6 ആയപ്പോൾ കൊണ്ടുവന്നാണ്. ഞാൻ അതൊക്കെ പറഞ്ഞുതരാം ജസ്റ്റ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞേക്കാം. ആദ്യം കൊണ്ടുവന്ന ഈ ഒരു ഷോർട്ട് വൈസറാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു നക്കിൾ ഗാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഈ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് പോലത്തെ പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്നും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇവിടെ മൗണ്ട് ചെയ്താൽ മതി. വെരി നൈസ് തോട്ട്. അതായത് നമ്മളിവിടെ ഫോം വെച്ചാലും മഴയൊക്കെ അടിക്കുവാണെങ്കിൽ അങ്ങോട്ട് കൊള്ളാണ്ട് പൊക്കോളും. പിന്നെ എന്താ പറയുക, ഒരു ബാഷ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഡോമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു, അത് മാറി മെറ്റൽ ബാഷ് പ്ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ അടിപൊളി വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരിയറിനും കൂടി വന്നിട്ടുണ്ട്. അടിപൊളി ക്യാരിയറാണ് കേട്ടോ, രക്ഷയില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു സാഡിൽ സ്റ്റേയും കൂടി വരുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, അറൗണ്ട് 650 രൂപ കൊണ്ടാണ് അതിന്. അത് വേണമെങ്കിൽ വെച്ചാൽ മതി. അവരാ ഒരു ഒരുപാട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു അതിപ്പോൾ ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. അത് ഓപ്ഷനിലാണ്. ബാക്കിയെല്ലാം ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണെന്ന് ആലോചിച്ച് നോക്കി. വേറെ മാനുഫാക്ചേഴ്സൊക്കെ ആണെങ്കിൽ ഓരോന്നിന് 1000, 3000, 4000 ഒക്കെ വെച്ച് മേടിക്കുന്ന സ്ഥലത്ത് അതേ പ്രൈസിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാണ്ട് അപ്ഡേറ്റ് എന്ന രീതിയിൽ കൊണ്ടുവന്നേക്കാണ്. വെരി വെൽ ഡൺ ബജാജ്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, വണ്ടി ഒരു മാറ്റമില്ല, മാറ്റത്തിൻ്റെ ആവശ്യമില്ല, കാരണം അടിപൊളിയാണ്. ഈ വണ്ടി ഇപ്പോഴത്തെ ഒരു ടൈമിൽ പ്രപ്പോസ് ചെയ്യുന്ന വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഈ ഒരു ഏറയിൽ 400cc 40 bhp ഉള്ളൊരു വണ്ടി അണ്ടർ 2.6 lakh കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ട്രൈംഫ് വന്നിട്ടുണ്ട്, പക്ഷേ ട്രൈംഫൊക്കെ എത്ര നാൾ ഒരു പ്രൈസിൽ കിട്ടും എന്നുള്ള കാര്യം കണ്ടറിയാം. അത് മാത്രമല്ല അതിൻ്റെയൊക്കെ സർവീസ് കോസ്റ്റ് ഇതിനെ വെച്ച് നോക്കുന്നെങ്കിൽ ടച്ച് ഹയർ ആണ്. പക്ഷേ സ്റ്റിൽ ഡോമിനാർ ഒരു ചീപ്പായിട്ടുള്ള വണ്ടിയല്ല. ഡോമിനാർ ഉപയോഗിക്കുന്നവർക്കറിയാം വണ്ടി ഒട്ടും ചീപ്പല്ല, വണ്ടി അത്യാവശ്യം എക്സ്പെൻസാണ്. ഒരു 390 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 390യേക്കാൾ ഒരു 30% ചീപ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി വണ്ടി അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട്, കോസ്റ്റ്ലി ആണ്. അപ്പോൾ നോക്കേണ്ട പോലെയൊക്കെ നോക്കണം. റിലേറ്റീവ്ലി ഒരുപാട് കംപ്ലൈൻ്റ് ഒന്നും കേൾക്കാത്തൊരു വണ്ടിയാണ് ഡോമിനാറും RS 200. NS 200 ആദ്യമൊക്കെ നല്ല കംപ്ലൈൻ്റ് ആയിരുന്നു, ഇപ്പോൾ NS 200 വലിയ കംപ്ലൈൻ്റ് ഇല്ല. അധികം ബജാജിൻ്റെ ഫാമിലിയിൽ അധികം ഒരു കംപ്ലൈൻറ്റ് കേൾക്കാത്ത 2 വണ്ടികളാണ്. നന്നായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മേജർ റീസൺ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കി വണ്ടികളൊന്നും ആൾക്കാർ നോക്കാത്തതുകൊണ്ടാണ് വണ്ടി കംപ്ലൈൻറ്റ് വരുന്നത്. ഓക്കെ, ഇനഫ്. നമുക്ക് വണ്ടീൻ്റെ ലുക്സിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ തന്നെ അടിപൊളി DRLൊക്കെ ആയിട്ട് ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു മെസ്സിവായിട്ട് എന്താ പറയുക, ഒട്ടുക്കത്ത സ്റ്റാൻഡ്സാണ്. ഇതിൻ്റെ USD ഫോറൊക്കെ നോക്കിയിട്ട് ആ MTയുടെ USD ഫോറൊക്കെ നോക്കുമ്പോഴല്ലോ അതൊരുമാതിരി PVC പൈപ്പ് പോലിരിക്കും. സോറി, ഇതിൻ്റെ ഫോറൊക്കെ വളരെ മാസീവാണ്. 43mm എൻഡൂറൻസിൻ്റെ ഫോർക്കാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ച്വലി എൻഡൂറൻസ് ആണ് WPയുടെ USD ഫോർക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് KTMന് വേണ്ടിയുള്ള ഫോർക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് എൻഡൂറൻസ് ആണ്. ഇത് എൻഡൂറൻസിൻ്റെ ഫോർക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിനുള്ള ഇൻറ്റേർണൽസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് WPയുടെ ഫോർക്കല്ല, ഇത് എൻഡൂറൻസിൻ്റെ 43mm USD ഫോർക്കാണ് വരുന്നത്. USD ഫോർക്കിന് ആരും പറഞ്ഞു. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 30 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നേരത്തെ നൈസായിരുന്നു, പക്ഷേ ഇപ്പോൾ 30 ലിറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് സ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞുതരാം. പിന്നെ അടിപൊളി ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റോക്കായിട്ട് തന്നെ നല്ല നീറ്റായിട്ടുള്ള ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബാഷ് പ്ലേൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത് പെരിമീറ്റർ ഫ്രെയിമിലാണ്. നമ്മൾ ഈ സൂപ്പർ ബൈക്സിലൊക്കെ കണ്ടുവന്ന ഒരു ഫ്രെയിമാണ് ഈ പെരിമീറ്റർ ഫ്രെയിം എന്ന് പറയുന്നത്. മെയിൻലി ഹാൻഡ്ലിംഗ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിൻ എടുത്ത് നോക്കുവാണെങ്കിൽ അതേ ഒരു 373cc ലിക്വിഡ് കൂൾഡ് DOAC 4 വാൽവ്. ഇതിപ്പോൾ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ്. ആ ഒരു ട്വിൻ സ്പാർക്ക് പ്ലഗും ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗൊക്കെ പോയി ഇപ്പോൾ ഒറ്റ സ്പാർക്ക് പ്ലഗ് വണ്ടിക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 bhp, ടോർക്ക് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 35 Nm ടോർക്കാണ് ഇതിന് വരുന്നത്. പവറിൽ ഒരു അടിപൊളിയാണ്. ഫസ്റ്റ് ഗിയർ ഇത് ലാഗായിട്ട് തോന്നും, പക്ഷേ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും തനി 390 ആണ്. 390യുടെ ഒറ്റ ഒരു ക്യാരക്ടറാണ്, കോപ്പി പേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് 390നെ നന്നായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ അങ്ങനെ തോന്നുന്നില്ല, ഫസ്റ്റ് ഗിയർ ഇത്തിരി ലോങ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അടിപൊളിയാണ്. 5th, 6th വരുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് എന്താ പറയുക, ഒന്ന് സാച്ചുറേറ്റ് ആവുന്നുണ്ട്. ഇനി ഒന്ന് പയ്യെ പോകാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് വേണ്ടി മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള സീറ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. റൈഡറിനായാലും പില്ലനായാലും നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബാക്ക് റെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കാൻ, പില്ലനും അത്യാവശ്യം സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഗ്രാബറിലായിട്ട് ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, പിടിച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വണ്ടിക്ക് അലുമിനിയം സിങ്ങാൻ വരുന്നുണ്ട്. പിന്നെ വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, എക്സോസിൽ വരെ വളരെ നീറ്റായിട്ട് നല്ല ടൈമൊക്കെ എടുത്ത് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി സൗണ്ടാണ്. സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം.
ഗോയിങ് ടു ദ ബാക്ക് ഒരു 230 mm ഡിസ്ക് ഉണ്ട്. പിന്നെ ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു ടയേഴ്സ് പറയാൻ വിട്ടുപോയി. ഫ്രണ്ടിൽ ഒരു 110 സെക്ഷൻ ടയറും ബാക്കിലൊരു 150 സെക്ഷൻ ടയറാണ് വരുന്നത്. രണ്ടും MRF റഫ്സ് എന്ന് പറഞ്ഞൊരു ടയറാണ്. രണ്ടും റേഡിയൽ ടയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ഡിസൈൻ വൈസ് എനിക്ക് ആകെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റാണ്. നോട്ട് എ ബിഗ് ഫാൻ. കാരണം ബാക്കിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു 190 ഒക്കെ പോലെ തോന്നും ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് വലിയൊരു ഫാനല്ല ടെയിൽ ലൈറ്റിൻ്റെ. അത് അവർക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു പേഴ്സണൽ ചോയ്സാണ്. പിന്നെ വണ്ടിക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല നീറ്റായിട്ടുള്ള സാരികേട് വരുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, ആ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് കൂടെ കാണാൻ പറ്റും വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയിലൊന്ന് കയറിയിരിക്കാം. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്തത് വണ്ടിക്ക് ഒട്ടും തന്നെ സീറ്റ് ആയിട്ടില്ല. പിന്നെ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് ഡിസൈനൊക്കെ നോക്കി ഓ മാൻ കലക്കനാണ്. പൊളി. ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു കലകം വ്യൂ കേട്ടോ. വണ്ടി പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ കയറിയിരിക്കുമ്പോൾ നല്ല മാസീവാണ്. എന്തോ വലിയ സാധനമൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു കവറും കൂടി വന്നുകൊണ്ട് ഈ പീസ് ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട്. ഹാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ഇപ്പോൾ കുറേ കൂടി ഫേസ് ഇരിക്കുന്ന പോലത്തെ ഹാൻഡിലാണ്. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. കൊള്ളാം. പിന്നെ പറഞ്ഞല്ലോ ഈ ഒരു മിററിൻ്റെ ഫിനിഷ് പറഞ്ഞു. ഈ മിറർ കണ്ടായിരുന്നു, ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഫുൾ മെറ്റലാണ്. മെറ്റലിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന മിററാണ്. വെരി നൈസ്. എത്ര എന്താ പറയുക, സ്പീഡിൽ പോയാലും ഇത് വൈബ്രേറ്റ് ചെയ്യില്ല. ഭൂമിയിലൊക്കെ ഉണ്ടായാലും ഈ സാധനം വൈബ്രേറ്റ് ചെയ്യില്ല. അടിപൊളിയാണ്. പിന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ബജാജിൻ്റെ സ്വിച്ച് ഗിയേഴ്സാണ്. ആ ഒരു എന്താ പറയുക ബ്ലൂ ലൈറ്റൊക്കെ ഉണ്ട്. ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ, എൻജിൻ ഗിൽ സ്വിച്ച്. പിന്നെ ഹൈ ബീം ലോ ബീം ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു DRLും മെയിനായിട്ട് സ്വിച്ച് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ബീം ലോ ബീമാണ് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് ഇവിടെ DRL സ്വിച്ച് ചെയ്യാനാണെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റാർട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ടെക്കൊന്നുമില്ല. പിന്നെ ഞാൻ കൺസോൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കും, ടൈം കാണിക്കും, ഓട കാണിക്കും. മോഡാക്കി കഴിഞ്ഞാൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, ഇൻഫോ. ഇത്രേ ഉള്ളൂ. വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ കാണിക്കില്ല. പിന്നെ നമുക്ക് ആക്ച്വലി ഇവിടെ ടോഗിൾ ചെയ്യാനായിട്ടാണെങ്കിൽ ഓക്കെ സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ടോഗിൾ ചെയ്യാൻ പറ്റും. മോഡ് ഇവിടെയും സെലക്ട് മേളിലാണ്. ഇപ്പോൾ ആവറേജ് ഫ്യൂൽ സിസ്റ്റം, കൗണ്ട് സിസ്റ്റം കാണിക്കുന്നുണ്ട്. റീഫ്യൂൽ ചെയ്യാൻ പറയുന്നുണ്ട്. ABSൻ്റെ ഫെയിലർ കാണിക്കുന്നുണ്ട്. വെൽ ഡൗൺ. സ്റ്റാൻഡ് മാറ്റാൻ പറയുന്നുണ്ട്. സ്റ്റാൻഡ് മാറ്റി. ആവറേജ് സ്പീഡ്, ഓ മാൻ, ട്രിപ്പ് ടൈം കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് വണ്ടി, എനിക്കറിയാം ഫ്യൂൽ അടിക്കണമെന്ന്. ഇതിങ്ങനെ പറയണല്ലേ, വണ്ടി ഫ്യൂൽ അടിക്കാൻ പറയുകയാണ് എന്നോട്. വേറെ മേജർ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ വാർണിംഗ് ലാമ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അടിപൊളി RPM മീറ്ററാണ്. പിന്നെ സ്പീഡോ മീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. വേറെ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളില്ല. പിന്നെ ഈ ഒരു വാർണിംഗ് ലൈറ്റ് എനിക്ക് വന്ന് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. വണ്ടി 2 ലിറ്റർ താഴെ പെട്രോളായാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു USB ചാർജറും വരുന്നുണ്ട്. ഓൾ റൈറ്റ്. ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് വണ്ടിയുടെ എക്സ്റ്റോസിന് അവിടെ നിന്ന് കേൾപ്പിച്ചു തരാം. ട്രീറ്റിന് ഡിസ്ക് വരുന്നുണ്ട്. പക്ഷേ അതല്ല ഞാൻ പറയാൻ വിട്ടുപോയ, വണ്ടിക്ക് റേഡിയൽ മൗണ്ട് കാലിപ്പേഴ്സ് വരുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോർമൽ ഒരു കാലിപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ ബോൾട്ട് വരുന്നത് അങ്ങോട്ടായിരിക്കും. കണ്ടോ, ഈവൻ NS200 ഇങ്ങനത്തെ ഒരു ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഡോമിനാറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റേഡിയൽ മൗണ്ട് കാലിപ്പേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബോൾട്ടൊക്കെ പോയിക്കണുണ്ടോ, ഇതിൻ്റെ അകത്തേക്കാണ്. അവിടെ കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്. പിന്നെ ഫോർക്കിൻ്റെ ഒപ്പം തന്നെ സ്റ്റേ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി പ്രിസൈസ് ആയിരിക്കും. അതാണ് റേഡിയൽ മൗണ്ട് കാലിപ്പറിൻ്റെ ഗുണം. വെരി നൈസ്. ഈ ഒരു ബഡ്ജറ്റിലും റേഡിയൽ മൗണ്ട് കാലിപ്പർ കൊണ്ടുവരാൻ തോന്നിയല്ലോ. ഉള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു NS200 അപ്ഗ്രേഡ് ചെയ്ത് വരുവാണ്, അല്ലെങ്കിൽ ഒരു RT200 FC അങ്ങനത്തെ ഒരു വണ്ടിയിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുവാണ്. ഇനിയും കുറച്ച് പവറുള്ള വണ്ടിയൊക്കെ വേണം. പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു വേഴ്സലിറ്റി ഒന്നും പോകരുത്. നിങ്ങൾക്ക് സ്റ്റിൽ ടൂർ ചെയ്യാനൊക്കെ പറ്റണം, ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റണം. ഇനിയിപ്പോൾ ബാക്കി ആളെടുത്തണമെങ്കിൽ അതും പറ്റണം. അങ്ങനെ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് ഒരു അപ്ഗ്രേഡ് ചെയ്യണം. യെസ്, മൈലേജിൽ ചെറിയ കോംപ്രമൈസ് ചെയ്തിട്ട് വരും. അതിപ്പോൾ അങ്ങനെയാണല്ലോ. അല്ല, ബാക്കി എല്ലാ തരത്തിലൊരു അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ പക്ക ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു ഫാമിലി മാനൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ അത്ര ഒരു ഫാമിലി മാൻ എന്നല്ല ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറൊക്കെ ഡ്യൂക്ക് 390 അത്തപടി കോപ്പി ചെയ്യാനാണ്. എസ്പെഷ്യലി സെയിം എഞ്ചിനാണല്ലോ. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ എന്തായാലും ഉണ്ടോ. സോ അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വേണ്ടി പക്ക അപ്ഗ്രേഡ് ആണ്. പിന്നെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഗിയർ അത്യാവശ്യം ലോങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിഗിനറായിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വണ്ടിയെ കൂടി ശീലിച്ചിട്ട് എടുക്കുക. കാരണം ഇത് അത്യാവശ്യം വലിയ വണ്ടിയാണ്, നീട്ടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയായിട്ടൊന്ന് സെറ്റ് ആവാൻ, കാരണം വെയിറ്റ് കൂടി ഉണ്ട്. പക്ഷേ വെയിറ്റ് രസമാണ് കേട്ടോ. നിങ്ങൾ വൺസ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യില്ല.
ഞാൻ ആദ്യമായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ പോലെയല്ല. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി നമ്മൾ കയറിയിരുന്നാലും വെയിറ്റ് ഫീൽ ചെയ്യില്ല, പക്ഷേ എന്നാലും ചെറിയൊരു വെയിറ്റ് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സ്പെക്ട്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം വൺസ് നിങ്ങൾക്ക് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഒരു 190 പോയിട്ട് ഒരു 170 ഒക്കെ പോലെ തോന്നുന്നുള്ളൂ. അത്ര ഒരു ലൈറ്റ് വെയിറ്റ് ഞാൻ പറയുന്നില്ല, വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ആ വെയിറ്റിൽ വലിച്ചുകൊണ്ട് പോകാനുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെയിറ്റ് ആക്ച്വലി നിങ്ങൾ എന്താ പറയുക, ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ യെസ്, അത് ഇത് ഒരു ക്യുക്ക് വാക്കറൗണ്ടായിട്ട് കൂട്ടി വന്നു കേട്ടോ. കാരണം നമുക്ക് ആക്ച്വലി ഈ വണ്ടി റെഡ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഓടിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവും പുറകെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് യെസ് ഗായ്സ്, നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. വളരെ ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവാണ്. ആദ്യം ഒന്ന് കയറിക്കോളൂ. ഒരാളും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരാളും കൂടിയും കൂടെ വേണം. അങ്ങനെ എന്തോ കാരണം ലാസ്റ്റ് വീക്കല്ല 2 മാസമായി KTM നിന്ന് ഒരുത്തൻ 200 KTM വൈറ്റിൽ 200 ടെസ്റ്റ് ഡ്രൈവ് പറഞ്ഞ് എടുത്തിട്ട് അവരാ വഴി വീട്ടിൽ പോയി. വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അണ്ടർസ്റ്റാൻഡബിളാണ്. കാരണം അവർക്കറിയില്ലല്ലോ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരാണ് വരുന്നതെന്ന്. ഞാൻ അങ്ങനത്തെ ആളെന്നല്ല പറയണേ, പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പോയാലോ, ഇല്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരില്ലേ? ആ, നല്ല കട്ട ട്രാഫിക്കിലാണ് ഓടിക്കണേ. അത്യാവശ്യം മാനൂവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. വിത്ത് പില്ലണായിട്ടും വലിയ കലിപ്പൊന്നുമില്ല. യെസ്, ടൈറ്റ് വെയിറ്റ് ട്രാഫിക്കിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നല്ലാണ്ട് അതും അനോയിങ് അല്ല. നമ്മൾ ഒരു ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വലിപ്പിച്ച് നോക്കാം. ബ്രോ ഒന്ന് പിടിച്ചു നോട്ടാ. ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. സ്റ്റിൽ വണ്ടി നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്താണ്. പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ ഫസ്റ്റ് ഗിയർ ഏറെക്കുറെ കുറച്ചൊരു ലോങ് ആയിട്ട് തോന്നും. ബട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ശരിക്കും ഒരു 390 ഓടിക്കുന്നതൊക്കെ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു വെയിറ്റ് നിങ്ങൾ ഫീൽ ചെയ്യും. ആ ഒരു പവറിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. പവറൊക്കെ വേറെ ലെവലാണ്. വലിപ്പിച്ച് കഴിഞ്ഞാൽ ഈസിലി കണ്ടോ, പവറിൻ്റെ ഡിമാൻഡാണ്. ഓ മാൻ, സ്ലോ സ്പീഡിലൊക്കെ ട്രാഫിക്കിൽ ഓടിക്കാനാണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. യെസ്, മൈലേജ് ചെറിയൊരു കൺസേൺ ആണ്. വണ്ടിക്ക് അറൗണ്ട് ഒരു 30 ഒക്കെ കിട്ടിയവരുണ്ട്. ഒരു 28 ഒക്കെ നമുക്ക് ഡെയിലി യൂസിൽ പ്രതീക്ഷിച്ചാൽ മതി. നമുക്കൊരു ഹയർ ഗിയർ ഇട്ടാലും ഞാനിപ്പോൾ അറൗണ്ട് 6 ഗിയറാണ് ഓടിക്കണേ. നമുക്ക് സ്പീഡോ കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നൊരു 40 താഴെ ഞാനിപ്പോൾ പോകണം. വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോക്കിങ്ങോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല. നല്ല സുഖമായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഓ മാൻ, വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഈ വണ്ടിയുടെ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടികളൊക്കെ ഉണ്ട് ആദ്യം വാല്യൂ ഫോർ മണി ആയിരിക്കും, ബട്ട് ഇങ്ങനെ പഴക്കം കൂടുന്തോറും അതിൻ്റെ വാല്യൂ ഫോർ മണി എന്നുള്ള പ്രൊപ്പോസിഷനൊക്കെ മാറി അത് കുറച്ച് എക്സ്പെൻസീവ് ആകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിങ്ങനെ പഴക്കം കൂടുന്തോറും ഇതിൻ്റെ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ഇത് കൂടി വരുവാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 400cc നോക്കുവാണെങ്കിൽ 390, ട്രൈം 400, ഹിമാലയൻ എല്ലാത്തിനും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും ഏറ്റവും കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് കുറവായിട്ടുള്ള ഒരു 400 എന്ന് പറയുന്നത് ഇതാണ്. നേരെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഹിമാലയനോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ്, ആ ഒരു 400cc സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ചീപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 40K ഒക്കെ അടക്കമാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു 6,000 7,000 ഇടയ്ക്ക് നമുക്ക് ഫിനാൻസ് EMI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റീവ്ലി കുറവാണ്. ഒരു 40 മാറ്റി ഒരു 1 lakh അടക്കമാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. പിന്നെ വണ്ടിക്ക് ഇപ്പോഴും ആ ഒരു 75,000 കിലോമീറ്റർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു 5 ഇയറിലേക്ക് വണ്ടി നോക്കേ വേണ്ട. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ്. എന്ത് വേണമെങ്കിൽ കാണിച്ചു നോ ഇഷ്യൂ എന്നും പറഞ്ഞിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 75,000 അല്ലെങ്കിൽ 5 ഇയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൊപ്പോസിഷനാണ് ഫ്രം ബജാജ്. അത്രയും ട്രസ്റ്റ് അവർ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് അവർ ഇടുന്നുണ്ട്. ഓൾറൈറ്റ്, U-turn ഒക്കെ അടിക്കാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഹെവിയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു വണ്ടി വൺസ് നമ്മൾ കയറി നിന്ന് ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഹെവിനെസ്സും കാര്യങ്ങളൊന്നും നമ്മൾ ഫീൽ ചെയ്യില്ല.
നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഒരു ടൈറ്റ് ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു തിരക്കുള്ള റൂട്ടാണ് ഓടിക്കണേ. വലിയ കലിപ്പൊന്നുമില്ല, ഹീറ്റിംഗ് ആയാലും അധികം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എനിക്ക് ഈ ഹാൻഡിൽ ബാറിൽ നിന്ന് അറ്റ് ഹയർ RPM ചെറിയൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സസ്പെൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ സസ്പെൻഷൻ നല്ല സോഫ്റ്റാണ്. ഞാൻ വിത്ത് പില്ലനാണ് ഓടിക്കുന്നത്. നമുക്ക് റിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ് വെക്കാം, ഹാർഡ് വെക്കാം. ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല, നോൺ അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട് കുറച്ചൊരു മീഡിയം സെറ്റിങ്സ് ആയിട്ടാണ് തോന്നുന്നത്. പിടിക്കുമ്പോൾ നല്ലൊരു ചെറിയ ഡൈവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ അത്ര ഒരു ഹിമാലയ ലെവലിലുള്ള ഒരു സോഫ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ ഒരു മീഡിയം സെറ്റിങ്സ് വേണമെങ്കിൽ പറയാനായിട്ട്. പിന്നെ ബ്രേക്സൊക്കെ അടിപൊളിയാണ്. ഒരേ സമയം ലീനിയറും ആണ്, ഒരേ സമയം നല്ല ഒരു ബൈറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. നമ്മുടെ KTMൻ്റെയൊക്കെ പോലെ അത്ര ഷാർപ്പ്നെസ് ആയിട്ട് തോന്നുന്നില്ല. ഒരു പ്രോഗ്രസീവ് വേയാണ് വണ്ടി പിടിക്കുന്നത്, ബട്ട് ഒരു ബൈറ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്, കയ്യിൽ കിട്ടുന്നുണ്ട്. വിച്ച് ഇസ് റിയലി ഗുഡ്. ബാക്ക് ബ്രേക്ക് ആണെങ്കിലും നോർമലിനെ പറയാനുള്ളൂ, കാരണം നമ്മൾ പൊതുവേ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ ബാക്ക് ബ്രേക്ക് പിടിക്കൽ കുറവാണ്. ഓ മാൻ, വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റ് നോട്ട് കേട്ടോ. നല്ല രക്ഷമാണ് ഈ ഒരു എക്സോസ്റ്റ് നോട്ടും കേട്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ വണ്ടിക്ക് ഇത്രയും വലിയൊരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഹാൻഡ്ലിംഗ് വളരെ നിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു KTM ഒക്കെ ഓടിക്കുന്ന പോലെ നമ്മൾ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തോ ആ ഡയറക്ഷനിലേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ ഗായ്സ്, ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചോദിക്കാം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റൈഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, ഞാനത് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് ആണ്. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.